السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവർ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവർ ഉദ്ദേശങ്ങളെ നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ മുറാദിനെയും നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ചവർ, ഇതിന്റെ മുഹിബ്ബീങ്ങൾ, ഇതിന്റെ ഖാദിമീങ്ങൾ, ഈ മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, ഈ ഇൽമിന്റെ മജ്ലിസിനെ, ഇൽമു പറയുന്ന മജ്ലിസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവർ, അതിനെ ഈ ഇൽമിനെ ഹൃദയത്തോട് വെച്ചിട്ട് വെക്കുന്നവർ, അല്ലാഹു ഒരു നിലക്കും നീ തളർത്തല്ലേ അല്ലാഹ്, നീ കൊയക്കല്ലേ അല്ലാഹ്, അവർക്ക് പരാജയം കൊടുക്കല്ലേ അല്ലാഹ്, വിജയികളിൽ അവരെ നീ ചേർക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വലിയ ഈ അനുഗ്രഹങ്ങൾ ഏറെ നിറഞ്ഞ ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ അതിശ്രേഷ്ഠമായി മജ്ലിസ്, സാദാത്യങ്ങളെ നോട്ടവും അവിടുത്തെ കാവലുമുള്ള ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ദിക്റിനെ പറ്റിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 99 നാമങ്ങൾ, അസ്മാഉൽ ഹുസ്ന. നമ്മൾ ധാരാളമായിട്ട് അസ്മാഉൽ ഹുസ്നയുടെ മഹത്വങ്ങൾ, അതിന്റെ അമലുകൾ, അതിന്റെ അദദുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് മജ്ലിസിൽ. എത്ര എണ്ണത്തിലാണ് ഒരു അസ്മാ നമ്മൾ ചൊല്ലേണ്ടത്? അല്ലാഹുവിന്റെ പോരിശേറിയ അസ്മാകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്തിനൊക്കെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാനാണ് അള്ളാഹുവിന്റെ പവർഫുൾ ആയിട്ടുള്ള ഇസ്മ നമ്മൾ ഉപകരിക്കല്, നമ്മളെ ജീവിതത്തിൽ അത് നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മളെ മുറാദുകളെ ഹസിലാവാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്, എത്ര എണ്ണത്തിലാണ് നമ്മൾ ചൊല്ലേണ്ടത്? നമ്മൾ മജ്ലിസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം. നമ്മൾ ഓരോരോ അസ്മാകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇത് ഇസ്മുൽ ആഅ്ളമിൽപ്പെട്ട ഇസ്മാണ്. ഇസ്മുൽ ആഅ്ളമിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ഈ ഇസ്മ, നമ്മൾ പറയാൻ പോകുന്ന ഇസ്മ. അതും കൂടി ചേർത്തിട്ടുള്ള ഒരു ദിക്ർ ഈ സമയത്ത്, ഏത് സമയത്ത്? സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് ആരെങ്കിലും ഒരാൾ വലത് കൈ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് ആരെങ്കിലും ഈ ഇസ്മ ചൊല്ലിയാൽ, മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തുന്നു, വലത് കൈയിന്റെ കൈപ്പത്തിയില്ലേ, ഈ വെള്ള കൈപ്പത്തി നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് കൈപ്പത്തി, അതായത് പുറം പള്ള, വലത് കൈയിന്റെ പള്ള എന്ന് പറയും. അത് ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെക്കുക. കാരണം എന്താണ്? ഒരു ഈമാൻ ഉറക്കാൻ വേണ്ടിയാണ്. ഇതെന്തിനാ നമ്മൾ ചെയ്യുന്നത്? ചിലർ ചോദിക്കാറുണ്ട്, തങ്ങളെ നിങ്ങളെ ഇസ്മുകൾ നമ്മൾ പറയുന്ന സമയത്ത് വലത് കൈയിന്റെ പള്ള ഇടത് നെഞ്ചിന്റെ ഭാഗത്തങ്ങ് അമർത്തി വെച്ച് കണ്ണ് ചിമ്പിയിട്ട് ചൊല്ലണം. ഇങ്ങനെ പറയുന്ന സമയത്ത് ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഇങ്ങനെയൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഒരു ഈമാൻ ഉറക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ, വലിയ വലിയ ആലിമീങ്ങൾ പഴയ കാലത്തൊക്കെ ദുആ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് മൊത്തം ഓഫാക്കാം.
കാരണം എന്താണ്? അത് നമുക്കൊരു ഈമാൻ ഉറക്കാൻ വേണ്ടി, മുഅ്മിനീങ്ങളെ ഈമാൻ ഉറക്കാൻ വേണ്ടിയിട്ട്, അതിൽ ആത്മാർത്ഥത കിട്ടാൻ, ഒരു ഇഖ്ലാസ് കിട്ടാൻ, അതിനാണ് ഞാൻ പറയുന്നത്, വലത് കൈയിന്റെ പള്ള ഇടത് നെഞ്ചിന്റെ ഭാഗത്തണ്ട് വെക്കുക, വെച്ചിട്ടുണ്ട് ചൊല്ലന്നെ മുഅ്മിനീങ്ങളെ. അതിനെന്ത് ആദ്യം വേണം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ അമൽ ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളുകൾ എന്ത് ആദ്യം വേണം? സുബ്ഹി നിസ്കാരം വേണം. നമ്മൾ പല പ്രാവശ്യം അതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്താണ്. സുബ്ഹിന്റെ നിസ്കാരം മഹാന്മാരായ പണ്ഡിതന്മാരിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഏറ്റവും അഫ്ളലായ 5 വക്ത് നിസ്കാരത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം ഏതാണ്? പണ്ഡിതന്മാരിടയിൽ 2 അഭിപ്രായങ്ങളാണ്. കൂടുതലായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് സുബ്ഹി നിസ്കാരാണ്. മറ്റുള്ള പണ്ഡിതന്മാർ പറയുന്നത് അസ്ർ നിസ്കാരമാണ്. അസ്ർ ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായം അത് സുബ്ഹിയാണ്. സുബ്ഹിക്കുള്ള നിസ്കാരമാണ്. കാരണം എന്താണ്? നമ്മളെ പ്രഭാത സമയം, ഒരു ദിവസത്തിന്റെ ആരംഭം. നമ്മളെ മജ്‌ലിസിൽ, നമ്മൾ 5:30 മജ്‌ലിസിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ദിവസത്തിന്റെ ആരംഭമാണ് മുഅ്മിനീങ്ങളെ പ്രഭാത സമയം, സുബ്ഹി സമയം. സുബ്ഹി സമയം അതിനു വേണ്ടി തന്നെയാണ് പടച്ച തമ്പുരാൻ ആ സമയത്തൊരു വക്തിനെ നിയോഗിച്ചത്, അത് തീരുമാനിച്ചത് ആ സമയത്തിന് വേണ്ടി. കാരണം എന്താ? പ്രഭാത സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സ്റ്റാർട്ടിങ് സമയം. അന്ന് അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഖൈറുണ്ടോ, എന്തെല്ലാം ഷർറുകളുണ്ടോ എന്ന് അല്ലാഹു തീരുമാനിക്കുന്ന സമയം പ്രഭാത സമയം. ആ സമയത്ത് നമ്മൾ വീടിന്റെ അകത്തുനിന്ന്, ആ സമയത്ത് നമ്മളെ പണി എന്താണ്? വീടിന്റെ അകത്തളങ്ങളിൽ പുതപ്പ് മൂടിയിട്ട് പൊതച്ചണ്ട് കിടക്കലാണ്. ആ സമയത്ത് പ്രത്യേകതൊരു ഉറക്കാണ്. ഇബ്ലീസ് പേപ്പിക്കും, എന്തിനാണ് നിസ്കാരം, എന്തിനാണ് നീ എഴുന്നേൽക്കുന്നത്, ഉറങ്ങിക്കോ, ഉറക്ക് സ്റ്റാർട്ട് കണ്ടിന്യൂ ചെയ്തോ. അപ്പൊ പ്രത്യേക ഒരു മയക്കം വരും. 10 അലാറം വെച്ചാൽ നമുക്ക് എഴുന്നേൽക്കാൻ തോന്നൂല. അത് ശൈത്താന്റെ ഫിത്നയാണ്. മുഅ്മിനീങ്ങളെ, ഇബ്ലീസിന്റെ ഫിത്നയാണ്. അതുകൊണ്ട് ആ സമയത്തുള്ള നിസ്കാരം, അതാണ് മുഅ്മിനീങ്ങളെ നമ്മളെ ബർക്കത്ത് നിയന്ത്രിക്കുന്നത്. അന്നത്തെ ജീവിതത്തിലെ ആ ദിവസത്തെ ബർക്കത്ത് നിയന്ത്രിക്കുന്നത് ആ സമയമാണ്, പ്രഭാത സമയമാണ്. ആ സമയത്തിന് എനിക്ക് ഇബാദത്തുണ്ടോ, നിസ്കാരമുണ്ടോ, സുബ്ഹി നിസ്കാരമുണ്ടോ, വലിയ ഉഷാറായിരിക്കും. എവിടെയും കുഴങ്ങൂല, എവിടെയും അല്ലാഹുവിനെ തളർത്തൂല. കാരണം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ ഇടയിൽ പറഞ്ഞത്, അഭിപ്രായത്തിൽ പറഞ്ഞത്, ഇത് പ്രഭാത സമയമായതുകൊണ്ട് ഈ നിസ്കാരത്തിന് ഏറ്റവും അഫ്ളലാവാൻ കാരണം, ഏറ്റവും ശ്രേഷ്ഠത ഉണ്ടാവാൻ കാരണം ഇത് പ്രഭാത സമയമായതുകൊണ്ട്. പിന്നീട് പറയുന്നത് എല്ലാ വഖത്തിനും അതിൻ്റെതായ സമയങ്ങളുണ്ട്. ളുഹർ നിസ്കാരം കഴിഞ്ഞ്, ളുഹർ നിസ്കാരത്തിന്റെ എപ്പോഴാണ് ളുഹർ ഖളാ ആവുന്നത്? അസ്ർ ബാങ്ക് കൊടുക്കലോടുകൂടി ളുഹർ ഖളാ ആണ്. ളുഹറിന്റെ സമയണ്ട് കയ്യാണ്. സുബ്ഹിക്ക് ളുഹർ വരെ അതിന്റെ സമയമില്ല, ഉദയം വരെയാണ്, സൂര്യോദയം വരെയാണ് സുബ്ഹിന്റെ സമയം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിസ്കരിച്ചു കൊള്ളണം. അത്രയും കുറച്ച് സമയം, പ്രഭാത സമയം. ആ സമയത്താണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. അവിടെയാണ് ശൈത്താനോട്, ഇബ്ലീസിനോട് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ട സമയം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, എപ്പോഴും നമ്മൾ പറയാറുണ്ട്, മുഅ്മിനീങ്ങൾ മാത്രം എഴുന്നേൽക്കുന്ന സമയം. മറ്റുള്ളവരൊക്കെ എഴുന്നേൽക്കാം ഇബാദത്തിന് വേണ്ടി, അതിന് ഒരുങ്ങി തയ്യാറായിട്ടുണ്ട്. ഒരു ജോലി കാര്യങ്ങൾക്ക്, മറ്റുള്ള കാര്യങ്ങൾക്കാണ് എഴുന്നേൽക്കുന്നത്. മുഅ്മിനീങ്ങൾ എന്തിനാ വേണ്ടി എഴുന്നേൽക്കുന്നത്? ഇബാദത്തിന് വേണ്ടി, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യാൻ മുഅ്മിനീങ്ങൾ മാത്രം എഴുന്നേൽക്കുന്ന സമയമാണ് പ്രഭാത സമയം. ആ സമയത്തിന് വലിയ ബർക്കത്തുണ്ട് മുഅ്മിനീങ്ങൾ ആ സമയത്തിന്. അതുകൊണ്ടാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു ആ സമയം തന്നെ ഈ അമലിന് വേണ്ടി, ഈ ദിക്ർ ചൊല്ലാൻ വേണ്ടി നമ്മോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞത്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സുബ്ഹിന്റെ മുന്നേയുള്ള 2 റക്അത്ത് നിസ്കാരം കഴിഞ്ഞ് വലത് കൈ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് ഒരു 7 പ്രാവശ്യം ഈ ദിക്റെങ്ങാനും
ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ദമിൽപ്പെട്ട ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാവിധ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കും. ദാരിദ്ര്യത്തിൽ നിന്ന് വലിയ കാവൽ അല്ലാഹു കൊടുക്കും. അല്ലാഹുവിനെ നേരിട്ട് കാണാനുള്ള അവസരം അല്ലാഹു അവനക്ക് കൊടുക്കും. അതുപോലെ അല്ലാഹുവിനെ കാണാൻ അവനക്ക് അവസരം കൊടുക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കി. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ് ദാരിദ്ര്യം പാടെ ഇല്ലാതെയാകും. അല്ലാഹുവിനെ കാണാനുള്ള അവസരം അല്ലാഹു കൊടുക്കും. സമ്പത്തിന്റെ ഉറവിടത്തിൽ അല്ലാഹു വിശാലത കൊടുക്കും. അന്നത്തെ ജീവിതത്തിൽ ആ ദിവസത്തിൽ അല്ലാഹു ബർക്കത്ത് ഏറ്റി കൊടുക്കും. ഇത് പോരെ, ഇത് മതിയോ? ഈ ഒറ്റ അമല് മതി എന്റെ മുഅ്മിനീങ്ങളെ. ഈ ഒറ്റ ദിക്ർ ഒരു 7 പ്രാവശ്യം സുബ്ഹി നിസ്കാരത്തിന്റെ മുന്നേയുള്ള ആ 2 റക്അത്ത് നിസ്കരിച്ച് എന്നിട്ട് ഒരു 7 പ്രാവശ്യം വലത് കൈ ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ട് ചൊല്ലുക. ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമുക്ക് വേണ്ടിയല്ലേ ആ ഒരു നീയത്തോടുകൂടി എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ അല്ലാഹു വലിയ ബർക്കത്ത് നൽകണം, എൻ്റെ ദാരിദ്ര്യം അല്ലാഹു മാറ്റി നൽകണം, എൻ്റെ കടങ്ങളില്ലേ ലക്ഷക്കണക്കിന് കടങ്ങൾ, കോടിക്കണക്കിന് കടബാധ്യതയില്ലേ, അത് അല്ലാഹു വീട്ടി തരണം. അതിനുള്ള മാർഗങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരണം. ഈ ഒരു നിയത്ത് വെച്ച് കൂടുതലൊന്നുമില്ല. മഹാനവറുകൾ പറയുന്നു 7 പ്രാവശ്യം ചൊല്ലിയാൽ മതി. 7 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ആരാണ് എന്നെ മുഅ്മിനീങ്ങളെ? മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ വലിയ മദ്ഹബിന്റെ ഇമാമാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല. ഏത് മദ്ഹബ്? ഹംബലി മദ്ഹബിന്റെ ഇമാമാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മദ്ഹബിനെ നമ്മൾ പിൻപറ്റണം. അതുകൊണ്ട് മറ്റുള്ള മദ്ഹബുകൾ മോശമാണെന്നല്ല, എല്ലാ മദ്ഹബുകളും ശരി തന്നെയാണ്. ഒരു മദ്ഹബിനെ നമ്മൾ പിൻപറ്റണം. കേരളത്തില് ഭൂരിഭാഗം ആളുകൾ ഷാഫി മദ്ഹബില് അംഗീകരിക്കുന്നവരും ഷാഫി മദ്ഹബിനെ പിൻപറ്റുന്നവരുമാണ്. ഷാഫിഈ മദ്ഹബിനെ. ഹനഫി മദ്ഹബുകാരുണ്ടാവാം. മറ്റുള്ള മദ്ഹബൊക്കെ കേരളത്തിൽ ചുരുക്കാണ്. ഈ 2 മദ്ഹബുകളാണ് കൂടുതലായിട്ടുള്ളത്. ഹംബലി മദ്ഹബിന്റെ ഇമാമാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് പറയുകയാണ്, ഈ ദിക്ർ സുബ്ഹിന്റെ മുന്നേയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, ഇത്ര നേട്ടങ്ങൾ. ഇത് മാത്രമല്ല, ഇനിയും വലിയ നേട്ടങ്ങളുണ്ട്. കാരണം നമ്മൾ ചൊല്ലുന്നത് അസ്മാ ആണ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുൽ അഅ്ദമിൽപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഈ ഇസ്മുൽ അഅ്ദമിൽപ്പെട്ട നാമമാണ് എന്നാണ്. അതും നമ്മൾ ആത്മാർത്ഥമായിട്ട്. ചില ആളുകളെ കണ്ട് സുബ്ഹി നിസ്കാരത്തിന് അതിന്റെ സൂര്യോദയത്തിന്റെ മുന്നേ കുറച്ച് മിനിറ്റ് സൂര്യൻ ഇങ്ങനെ ഉദിക്കാൻ സമയത്ത് എഴുന്നേൽക്കുന്നവർ പറ്റൂല. ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എഴുന്നേറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് ഇമാമോട് കൂടി സുബ്ഹി നിസ്കരിച്ച് അള്ളാന്റെ മുമ്പിൽ തേടിയാൽ അള്ളാഹു തേട്ടം സ്വീകരിക്കാതിരിക്കും. നിങ്ങൾ പറയണം സ്വീകരിക്കാതിരിക്കോ എന്റെ മുഅ്മിനീങ്ങളെ? അള്ളാഹു സ്വീകരിക്കാതിരിക്കോ? കാരണം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എഴുന്നേൽക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. ആ സമയത്ത് നല്ല ഉറക്കാണ്, നല്ല സമയമാണ്. ആ സമയം ചൂടില്ല, തണുപ്പുള്ള നല്ല സമയം. പുതപ്പിന്റെ ഉള്ളിൽ മൂടി പുതച്ചു കിടന്നാൽ വലിയ റാഹത്ത് കിട്ടുന്ന സമയമാണല്ലേ ആ സമയത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമേ നിൽക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിനായവൻ മാത്രമേ നിൽക്കുള്ളൂ. മുഅ്മിനായ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, അല്ലാഹുവിനെ മാത്രം പ്രതീക്ഷിക്കുന്ന ഒരു മുഅ്മിനായ ഒരാൾ മാത്രമേ ആ സമയത്ത് നിൽക്കുള്ളൂ.
എന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുള്ളൂ. സുബഹിന്റെ മുന്നേയുള്ള 2 റക്അത്ത് നിസ്കരിച്ച് ഈ ഒരു ദിക്ർ അള്ളാഹു സ്വീകരിക്കാതിരിക്കും? നിങ്ങൾ പറയും അള്ളാഹു സ്വീകരിക്കും. ഇത് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ ഒരു 7 പ്രാവശ്യം. പണിയുണ്ടോ? ഇതൊന്നുമല്ല. ആ സമയത്ത് നമുക്കൊന്നുമില്ലല്ലോ, ഒരു 7 പ്രാവശ്യം നമുക്ക് ചൊല്ലിക്കൂടെ? ആ സമയത്ത് നമ്മൾ ദായിമാക്കുന്ന ഔറാദുകളോ ദിക്റൊന്നുമില്ലല്ലോ. സുബഹിക്ക് ശേഷമായിരിക്കും ഖുർആൻ ഓതുന്നവര്, ദിക്റുകള് ഔറാദുകൾ ഉള്ളവര്, സ്വലാത്തുകൾ ചൊല്ലാനുള്ളവര്, ചൊല്ലാനും പറയാനുള്ള ആളുകളൊക്കെ സുബഹിക്ക് ശേഷമായിരിക്കും. ആ സമയത്ത് നമ്മൾ നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്ന സമയമാണ്, ജമാഅത്തിന് പ്രതീക്ഷിക്കുന്ന സമയമാണ്. ആ സമയത്ത് ഒരു 7 പ്രാവശ്യം ചൊല്ലിക്കൂടെ? ആ വലത് കൈയെടുത്തിട്ട് ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് ചൊല്ലിക്കൂടെ മുഅ്മിനീങ്ങളെ. ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനെ വിശദീകരിച്ച് അവസാനം ദിക്ർ പറയുന്നത്, ഫസ്റ്റിന് ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശദീകരണം കേൾക്കാൻ ആരും നിൽക്കൂല. അതുകൊണ്ടാ പറയുന്നത്. ഇതിങ്ങനെ പറഞ്ഞ് ഇതിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ചൊല്ലാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഒരു ആത്മാർത്ഥത കൂടും. അതാണ് ചില ആളുകൾ ഇങ്ങനെ ഇങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകില്ല. അതിന്റെ കാര്യങ്ങൾ നിങ്ങളെ ഹൃദയത്തിലേക്ക് ഇട്ട് തരികയാണ്, അതിന്റെ ഗൗരവമായ വിഷയങ്ങൾ, ഇത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ. അപ്പൊ നമ്മളത് കേൾക്കുന്ന സമയത്ത്, ഇതിന്റെ കാര്യങ്ങളും കൂടി നമ്മൾ കേൾക്കുന്ന സമയത്ത്, ഇത്ര നേട്ടങ്ങളും കൂടി കേൾക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല. ഈ ദിക്ർ ചൊല്ലിയാൽ വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഅ്മിനീങ്ങളെ കാണാം. അതുകൊണ്ട് ചൊല്ല് എന്റെ മുഅ്മിനീങ്ങളെ. ഈ ദിക്ർ ചൊല്ലി. ഏതാണ് ആ ദിക്ർ? അത് പറയുന്നതിന് മുമ്പ്, ആ ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്‌ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഇനി കൺസൾട്ടിങ്ങിലുള്ള ഡേറ്റ്, ഇനി നേരിട്ട് കാണാനുള്ള അവസരം ധാരാളം ആളുകളാണ് പല ഭാഗത്തു നിന്ന് വിളിച്ചുകൊണ്ട് ഒരു ഡേറ്റ് ചോദിക്കുന്ന ആളുകൾ, ബുക്കിങ്ങിന് വേണ്ടി വിളിക്കുന്ന ആളുകൾ. ഇനി എന്നാണ് തങ്ങളെ ഇനി വീട്ടിലുണ്ടാവുമെന്ന് കാണാനായിരുന്നു, നേരിട്ടൊന്ന് കാണാനായിരുന്നു. വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലുമാണ്. തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങളൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിലുണ്ട്. അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങളുണ്ട്, ജോലി തടസ്സങ്ങളുണ്ട്, മക്കൾക്ക് വിവാഹ തടസ്സങ്ങൾ, മക്കൾക്ക് ജോലി തടസ്സങ്ങൾ, ഭർത്താവിന് ജോലി തടസ്സങ്ങൾ, പിണക്ക വിഷയങ്ങള്, അവിഹിതമായിട്ടുള്ള ബന്ധങ്ങള്, അങ്ങനെ ധാരാളം വിഷയങ്ങൾ, സിഹർ പോലുള്ള പൈശാചിക മേഖലയിൽ പ്രയാസപ്പെടുന്നവര് നമ്മുമായി ബന്ധപ്പെടാറുണ്ട്. തങ്ങളെ കാണാനുള്ളൊരു അവസരം ഉണ്ടാവുമോ എന്ന് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഇനി കാണാനുള്ളൊരു അവസരം തിങ്കളാഴ്ചയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് കൺസൾട്ടിങ് ഉണ്ട്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ തിങ്കളാഴ്ച, ഞായർ കഴിഞ്ഞ് തിങ്കൾ, അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ശനിയാഴ്ച. ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരിക. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ചോദിക്കുന്നത്, തങ്ങളെ UAE നിന്ന് വന്നോ, പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു, അൽഹംദുലില്ലാഹ് റാഹത്തായി, കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ബുദ്ധിമുട്ടും പ്രയാസങ്ങളില്ലാതെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും ആളുകൾ വിളിക്കുന്നുണ്ട്, UAE ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അവരൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നാട്ടിലായിരിക്കും. ഇനി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് മുൻകൂട്ടി നമ്മൾ അറിയിക്കും. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകുമാറാകട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും ഇടങ്ങേറും അള്ളാഹു നീ തീർത്ത് നൽകണേ അല്ലാഹ്. ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ നമ്മളെ മജ്‌ലിസ് കാണുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു കടങ്ങൾ വീട്ടാനുള്ള മാർഗ്ഗം നീ എളുപ്പമാക്കണേ അല്ലാഹ്. സാമ്പത്തികമായ മേഖലയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അള്ളാഹുവേ സമ്പത്ത് കൊണ്ട് അള്ളാഹ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവിനെ തളർത്തല്ലേ അല്ലാഹ്. ധാരാളം രോഗികൾ അല്ലാഹു രോഗശമനം നീ നൽകണേ അല്ലാഹ്. നീ ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദിക്റിലേക്ക് കടക്കാം. ഏതാണ് ആ ദിക്ർ? അത്ഭുതകരമായിട്ടുള്ള ദിക്ർ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിച്ചു തന്ന ദിക്ർ. സുബ്ഹിന്റെ മുമ്പേയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് വലത് കൈയിന്റെ പള്ള ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ചിട്ട് ചൊല്ലണം. ഈ സ്ക്രീനിൽ കൊടുക്കാം. ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ 7 പ്രാവശ്യം ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ അന്നത്തെ ദിവസം ഒരു പ്രയാസം ഉണ്ടാവൂല, സാമ്പത്തികമായ നെരുക്കുണ്ടാവൂല, ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കൂല. അള്ളാഹു സമ്പത്ത് നൽകും. അള്ളാഹുവിനെ കാണാനുള്ളൊരു അവസരം അള്ളാഹു നൽകും. എൻ്റെ മുഅ്മിനീങ്ങളെ നൽകും. അത് എങ്ങനെ? അതിന്റെ മാർഗങ്ങൾ അള്ളാഹു എളുപ്പമാക്കി തരും.
അള്ളാഹുവിനെ കാണാനുള്ള ഒരു അവസരം അള്ളാഹു നൽകും. ഒന്നുകിൽ ദുനിയാവിൽ നിന്നാവാം, അല്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നിന്നാവാം. ഒരു അവസരം അല്ലാഹു നമുക്ക് നൽകുമെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിച്ചു തന്ന ദിക്ർ. ഏതാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ആ ദിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഏതാണ് ദിക്ർ? ഏതാണ് ദിക്ർ? ഒന്നും കൂടി നോക്കിക്കോ, ശ്രദ്ധിച്ചു കേട്ടോ. യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഈ ദിക്ർ എല്ലാവരും ശ്രദ്ധിച്ചോ. യാ ഹയ്യു യാ ഖയ്യൂം, ഇതാണ് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാമം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇത് ഇസ്മുൽ അഅ്ളമിൽപ്പെട്ട നാമമാണെന്നാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? ഇത് ഇസ്മുൽ അഅ്ളമിൽപ്പെട്ട നാമമാണ്. ആ നാമം കൂടി ചേർത്തിട്ട് യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഇത്രയേ ഉള്ളൂ. പണിയുണ്ടോ? ഇല്ല. ഇത് സ്ക്രീൻഷോട്ട് ആക്കി വെക്കുക. നമ്മളിവിടെ എഴുതിയത് ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. നോട്ട് ബുക്കിൽ സ്റ്റോപ്പ് ചെയ്ത് എഴുതി വെക്കുക. യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ഇതിങ്ങനെ ഒരു 7 പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് പോലെ വലത് കൈ എടുത്തില്ലേ? വലത് കൈയിന്റെ പള്ള ഇടത് നെഞ്ചിന്റെ ഭാഗത്ത് വെച്ച് അടച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പള്ളിയിലാണെങ്കിൽ ഒരു മൂലയിൽ ആർക്കും ശല്യമില്ലാതെ ഉറക്കെ ചൊല്ലണം. നമ്മളെ മനസ്സ് കേട്ടാൽ മതി. നിങ്ങൾ മറ്റുള്ളവർക്ക് ശല്യമാണ്. ഖുർആൻ ഓതുന്ന ആളുകളുണ്ടാവും, ദിക്റുകൾ ചൊല്ലുന്ന ആളുകളുണ്ടാവും, അവർക്കൊന്നും ശല്യമുണ്ടാവും. ഒരു മൂലയിൽ വീടിന്റെ അകത്തളങ്ങളിലാണെങ്കിൽ, നമ്മളെ സഹോദരിമാരാണെങ്കിൽ വീടിന്റെ അകത്തളങ്ങളിൽ ഒറ്റക്കിരുന്നിട്ട് ആ നിസ്കാര കുപ്പായിലിരുന്നിട്ട് ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ചെയ്യാം. എന്നിട്ട് യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ചൊല്ലാൻ തയ്യാറല്ലേ? നിങ്ങൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പറഞ്ഞാണ്. ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഒരു ഇൻഷാ അല്ലാഹ് ഞാൻ തയ്യാറാണ് തങ്ങളെ. ഇത് ചെറിയൊരു അമലല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബൈഹാട്ടാക്ക, മനപ്പാടാക്കിയിട്ട് ചൊല്ല. ഒന്നും കൂടി എല്ലാരും ഒന്നും കൂടി എന്റെ കൂടെ ഒന്ന് ചൊല്ലിക്ക്. തയ്യാറല്ലേ? റെഡി? ഇൻഷാ അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. ചൊല്ലിയില്ലേ? ഇൻഷാ അല്ലാഹ് അതുപോലെ ഇതേ രൂപത്തിൽ യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുമ്മ അഹ്യി ഖൽബി ബിനൂരി മഅരിഫതിക. എത്ര സിമ്പിളാ. ഇപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ നമ്മളൊരു 7 പ്രാവശ്യം നമ്മൾ ചൊല്ലി ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പെയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിച്ച് ഈ രൂപത്തിലിരുന്ന് ഖിബിലയിലേക്ക് മുന്നിരിഞ്ഞിരുന്നിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മുഅ്മിനീങ്ങളെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കിത് ചെയ്യാനും ചൊല്ലാനുള്ള ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. ഇബാദത്തിന് തടസ്സമുള്ള രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ രോഗികളാക്കി ഞാൻ മാറ്റല്ല തമ്പുരാനെ. നിത്യരോഗികളുള്ളവരുണ്ട്, പ്രഷറുള്ളവര്, പ്രമേഹമുള്ളവര്, കൊളസ്ട്രോൾ ഉള്ളവര്, യൂറിക് ആസിഡിന്റെ പ്രയാസങ്ങളുള്ളവര്, തൈറോയിഡ് രോഗികള്, കാൽമുട്ട് വേദനയുള്ളവര്, ഊരവേദന ഉള്ളവര്, ഡിസ്കിന്റെ പ്രയാസങ്ങളുള്ളവര്, അങ്ങനെ ധാരാളം ആളുകൾ നിത്യരോഗികളാണ്. അല്ലാഹുവേ നീ ആജിലായ കാമിലായ ശിഫാ അവർക്ക് നീ പ്രദാനം ചെയ്യണം. ഞങ്ങളെ ഈ മജ്ലിസ് കാണുന്നവർ, ഈ സയ്യിദിയും കൂട്ടായ്മ നീ തളർത്തല്ല അല്ലാഹ്. എല്ലാ നിലക്കും നമ്മുമായി ബന്ധപ്പെടുന്നവർ തങ്ങളെ എല്ലാം കൊണ്ട് റാഹത്താകെ. ഞാനിപ്പോൾ യാത്ര തിരിച്ചപ്പോൾ തന്നെ എത്രയോ ആളുകളാണ് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു റാഹത്താവട്ടെ, യാത്രകൾ റാഹത്താവട്ടെ, ദുആ ചെയ്യണേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവർ. അല്ലാഹുവേ ഈ ഒരു കൂട്ടായ്മയെ അല്ലാഹു നീ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാഹ്. നീ സ്വർഗത്തിലെത്തിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഉപ്പാപ്പന്മാരോട് കൂടെ
ഞങ്ങളെല്ലാവരെയും നീ സ്വർഗത്തിലെത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ തമ്പുരാനെ ഇൻഷാ അല്ലാ. ഈ ഒരു അമല് നിങ്ങൾ മുറുകെ പിടിക്കണേ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ, നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കണേ. ചൊല്ലുന്നവരുണ്ടാവും, നമ്മൾ ഈ മജ്ലിസ് കാണുന്നവര് ചൊല്ലുന്നവരുണ്ടാവും, കിതാബുകൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള മജ്ലിസുകൾ കണ്ടിട്ടോ ഇൻഷാ അല്ലാഹ് ചൊല്ലുന്നവർ ദായിമാക്കുന്നവരുണ്ടാകും. ഇൻഷാ അല്ലാഹ് അറിയാത്തവർ അത് ഇന്നു മുതൽ ദായിമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഅ്മിനീങ്ങളെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം ഉണർത്താനുള്ളത്, നമ്മൾ 5:30 മജ്ലിസ് ഇന്നുണ്ടായിരുന്നു രാവിലെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും, എല്ലാവരും അതിൽ പങ്കെടുക്കാം. മഹത്താക്കപ്പെട്ട ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വലിയ മജ്ലിസ്, ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ആ സുബ്ഹിന്റെ സമയത്ത് നമുക്ക് ഇരുന്നൂടെ, നിങ്ങൾ എല്ലാവർക്കും ഇരുന്നൂടെ. എന്താ നമുക്ക് പണി? ഒരു പണിയില്ല സമയത്ത്. വേറെ എന്തെങ്കിലും പണിയുള്ളവരുണ്ടോ? ഏർപ്പാടുള്ളവരുണ്ടോ? ഏർപ്പാടുള്ളവർ ഞാൻ ഇരിക്കാൻ പറയുന്നില്ല. ഒരു പണിയില്ലാത്തവര് വെറുതെ കിടന്നുറങ്ങണ്ട, വെറുതെ ഒരു മറ്റുള്ള ഷുഗറിലേക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു പോവണ്ട. നമുക്ക് തന്നെ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. ഇങ്ങനെയുള്ള ദിക്ർ ചൊല്ലിയിട്ട് കൂട്ടമായിട്ടുള്ള ദുആ, 40 ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസിൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരാളുണ്ട്, മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പൊ ആലോചിച്ച് നോക്കി, ഇതിൽ 40 അല്ല 1000 പങ്കെടുക്കുന്ന മജ്ലിസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ദുആ അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. കഴിയുന്നവരെല്ലാവരും ആ സമയത്ത് പങ്കെടുക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന മജ്ലിസ്, ദിക്ർ ചൊല്ലുന്ന മജ്ലിസ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മജ്ലിസ്, കൂട്ടമായി ദുആ ചെയ്യുന്ന മജ്ലിസ് ഇൻഷാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.